അയ്യോ. ഹലോ KCB. ഈ ആ പിള്ളേരുടെ റൂമിൽ പോയിട്ട് 4 മെഴുകുതിരി കൊടുത്തേച്ചേ. പിന്നെ എനിക്ക് അവരുടെ ഫസ്റ്റ് നൈറ്റിൽ മെഴുകി കൊടുക്കല്ലോ എന്റെ പണി. ഒന്ന് പോകാൻ ആ കുട്ടികൾ ആദ്യമായിട്ട് വന്നല്ലേ, ആ കുട്ടി പേടിച്ചോണ്ടിരിക്കുന്നുണ്ടാവും അവിടെ. ഇതിപ്പോ കൊറേ ഉണ്ടല്ലോ, എവിടുന്ന് അത്ര മെഴുകുതിരി? എടാ നമ്മുടെ സുമേഷ് ഇല്ലേ, DYFI അവൻ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു ഒരു കെട്ട് മെഴുകുതിരി ആയിട്ട്. അവർക്കിപ്പോ ഇതല്ലേ പണി. മജീദ് ക വീട്ടിൽ പോകണല്ലോ, വളരെ നേരമായല്ലോ. ഇപ്പൊ പെണ്ണ് കിട്ടാത്തവനെ കെട്ടിച്ചു കൊടുത്തപ്പോ മജീദ് ക പുറത്ത് ഇല്ലേ രവേട്ടാ? എന്താ അല്ലേ, എല്ലാം ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് ജനങ്ങളുടെ വോട്ടും പേടിച്ച് എല്ലാരെയും പറ്റിച്ചു. കാരണമില്ലാത്തതുകൊണ്ട് ജനങ്ങളുടെ അടിസ്ഥാന കാര്യങ്ങൾ പോലും നടന്നില്ല. കണ്ടില്ല എന്റെ ചെക്കൻ അവിടെ നിന്ന് വീട്ടിലിരുന്നിട്ട്. മുരളീധരൻ പറഞ്ഞു കേട്ടില്ലേ, സർജറി പോലും പവർ കട്ട് കഴിഞ്ഞിട്ട് മതിയെന്നാ. അതുകൊണ്ട് അത് തൊട്ടെന്താ ബന്ധം? ചെക്കനോടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ, പവർ കട്ട് കഴിഞ്ഞിട്ട് മതി. ഇതൊക്കെ എന്ത് നീ ഇങ്ങനെ സർക്കാരിനെ ന്യായീകരിക്കണ്ട കേട്ടാ. ഓണപ്പരീക്ഷയാണ് വരുന്നത്, പിള്ളേർക്ക് പഠിക്കണ്ടേ? ഇങ്ങനെ വെട്ടയില്ലാതിരുന്ന എന്താ ചെയ്യാ? അല്ല രവേട്ടാ, നിങ്ങൾ കണ്ടില്ലേ, മഴയാണായിട്ട് പെയ്യണില്ല, അണക്കെട്ടിലാണെ വെള്ളമില്ല. വെറുതെ ഈ സർക്കാരിനെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യവും? നിങ്ങളാണ് ഈ പരീക്ഷ പറയണത്. എനിക്ക് അല്ല മച്ചമ്പി, എന്ത് നോക്കിയിരിക്കുക? കണ്ടില്ലേ ചെക്കൻ പറയുന്നത്? എന്തെങ്കിലും എടുത്ത് പറ. ഇന്നലെ കറണ്ട് പോയോണ്ടേ ഒന്നും സംസാരിക്കാൻ പറ്റില്ല, ആകെ ചടപ്പായി പോയി. കൊതുകടി, ചൂടും. ഗോപി നോക്കിയപ്പോൾ നല്ല ഉറക്കമായി, നല്ല ക്ഷീണം ഉണ്ടായിരുന്നല്ലേ? ഇന്നലെ കല്യാണത്തിന്റെ കുറച്ച് തിരക്കൊക്കെ ആയിട്ട് അങ്ങനെ ആകെ ക്ഷീണമായി. പിന്നെ മനോജിനോട് കുറച്ചധികം കാര്യങ്ങൾ സംസാരിക്കണമെന്നുണ്ടായിരുന്നു. സംസാരിക്കാൻ കുഴപ്പമൊന്നുമില്ല, മാമനൊക്കെ അപ്പറേ കുഴപ്പമൊന്നുമില്ല. ആരാ? ഞാനേ ഇന്നലത്തെ പാചകത്തിന്റെ കാശിന്റെ കാര്യം സംസാരിക്കുന്നത്. മനോജേ, മനോജേ എന്താ രാജേഷ് വന്നിരിക്കണോ? അതൊക്കെ കെട്ടിയ ശേഷം നിങ്ങൾ പുറത്തൊന്നും കാണാനില്ല, ഉൾട്ടേ റൂമിലാണല്ലേ. എന്താ നിന്റെ ആവശ്യം? ആ പൈസ കാര്യമൊന്നും സംസാരിച്ചില്ല പാചകത്തിന്റെ. പണ്ടത്തെ പോലെ എല്ലാ കാര്യത്തിനും എന്നെ വിളിക്കാൻ നിർബന്ധമില്ല. ഇപ്പൊ കാര്യങ്ങൾ അങ്ങനെയൊന്നും മാറ്റിക്കില്ലല്ലോ. അതെ, പ്ലീസ്. എടാ, കല്യാണം കഴിപ്പിച്ചു തന്നതും പോരാ, നിന്റെ ചെലവും കൂടി ഞാൻ നോക്കണം എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവുക? ഇങ്ങനെ അച്ചിക്കോത്താനാവാതെ പുറത്തിറങ്ങി കാര്യങ്ങൾ നോക്കണം. പറഞ്ഞിട്ട് കാര്യമില്ല. ചെക്കൻ്റെ ഒരു അതെ അതെ, ആദ്യം അത്ര സുഖമായിട്ടുണ്ടായില്ല. കഷ്ടമൊന്നും വന്നിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ട്. അതങ്ങനെ പറഞ്ഞാൽ ആ പറഞ്ഞതിനെ വിളിച്ചോണ്ട് ആ പാടെ 10-20 പേരുണ്ട്, 4 കൂട്ടം കറി. ഞാൻ ഈ കോവിഡ് കാലത്തോളം ഇങ്ങനെ ഒരു കല്യാണ പരിപാടി ചെയ്തിട്ടില്ല. പിന്നെ നിങ്ങൾ 38 വയസ്സല്ലേ നിങ്ങൾ കല്യാണം കഴിഞ്ഞാൽ. അപ്പോൾ പെണ്ണിട്ട് തന്നെ ഭാഗ്യം എന്ന് വെച്ചാൽ മതി. കൂടിച്ചെടുക്കാൻ നിൽക്കണം, പൈസ എടുത്തിട്ട് വരാട്ടാ. ഇവിടെ ഇരിക്കായിരുന്നോ? ഞാനിവിടെ വെറുതെ വെയിലൊക്കെ കൊണ്ട്. ഇന്നലെ ഒരു 11 മണിയായിട്ടുള്ള കറണ്ട് പോയാൽ നമുക്ക് ഇന്നൊരു 9 മണിക്കൂർ മുമ്പിലേക്ക് വായോ, നമുക്ക് സംസാരിച്ചിരിക്കാം. അത്ര നേരത്തെ? അപ്പോഴേക്കും ഇവരൊക്കെ ഉറങ്ങുമോ? ആ, മുത്തച്ഛൻ അവിടെ പാട്ടിട്ട് എടുക്കായിരിക്കും. മാമൻ പിന്നെ മീറ്റെടുത്ത് കഴിച്ചിട്ടേ കിടക്കാറുള്ളൂ. അനിയും കൂട്ടൻ അവിടെ എന്തിനുണ്ടാവും, അത് കുഴപ്പമുണ്ടാവില്ല, നമുക്ക് നോക്കാം. ഗോപിയെ വീട്ടിലേക്ക് വിളിച്ചിരുന്നോ? അവരെന്ത് പറയണു? അവരൊക്കെ ഹാപ്പിയാ. ഇനി 2 ദിവസം കഴിഞ്ഞ് നമ്മൾ അങ്ങോട്ട് പോവല്ലോ. അല്ല, ഈ മുത്തശ്ശൻ എന്താ എപ്പോഴും രാത്രി ഹിന്ദി പാട്ട് കേൾക്കുന്നത്? ആള് പണ്ട് മുംബൈയിൽ ഒരു കാസറ്റ് നടത്തായിരുന്നേ. ഹിന്ദി പാട്ട് കേൾക്കുള്ളൂ. വൈകിട്ട് അമ്മ നമ്മുടെ അനിയനും കുട്ടിയും വിളിച്ചിരുത്തി ഹിന്ദി പാട്ട് കേട്ടങ്ങിരിക്കും. പുള്ളി കൊണ്ട് ഒരു ശല്യമൊന്നുമില്ല, പുള്ളി അത് കേട്ടങ്ങ് ഉറങ്ങിക്കോളും. ഈ തിരക്കിൻ്റെ ഇടയിൽ ഗോപിയുടെ മുഖം പോലും എനിക്ക് മര്യാദ ശ്രദ്ധിക്കാൻ സമയം കിട്ടിയില്ല. ഒരു പെൺകുട്ടിയുടെ കണ്ണിൽ നോക്കി സംസാരിക്കുക എന്നുള്ളത് ഭയങ്കര ആഗ്രഹമായിരുന്നു എനിക്ക്. ഇന്നും കരണ്ട് പോയത്, ഇത് പണ്ടാരോ അത്. ഇതെല്ലാം എന്നോട് ചോദിക്കുന്ന നിർബന്ധമൊന്നുമില്ല, അവിടെ ആൾക്കാരില്ല, അവരോട് ചോദിച്ചാൽ മതി. പിന്നെ ദേഷ്യം വരില്ലേ? പിന്നെ എന്ത് ചെയ്താലും തോൽവി ജീവിതത്തിൽ. ഇപ്പൊ കല്യാണം കഴിച്ചപ്പോ KCB വഴി പണിയായിരുന്നു. കാരണം ഇന്ന് എന്തായാലും നീ ഒരു നേരെ ഇട്ടാൻ വിളിക്കാൻ പോരെ. KCB അങ്ങനെ വിട്ടാൻ പറ്റല്ലോ. അത് ഞാൻ നോക്കിക്കോളാം. സണ്ണിച്ചയാ, ഇന്നെങ്കിലും പണിയല്ല കേട്ടോ. റൂമിൽ കയറി അപ്പം തന്നെ കറണ്ട് പോവാ. ഇത് കഷ്ടമാത്. എന്തെങ്കിലും പണി തരില്ലേ? രാവിലെ ദേഷ്യപ്പെട്ടെന്ന് സോറി കേട്ടോ. ഇതാണ് പെണ്ണിട്ടായിരുന്നു പ്രശ്നം, പണി പവർ കട്ടായ പ്രശ്നം. അപ്പോൾ എല്ലാം കൂടെ അതിലൊരു ദേഷ്യത്തിൽ പറഞ്ഞതാ. എന്ത് കിട്ടുക? അല്ല, അത് സാരമില്ല. ഈ സമയമല്ല ഉള്ളൂ, കറണ്ട് പോയില്ലായിരിക്കും. അതാണ് എൻ്റെ പ്രതീക്ഷ. എന്ത് പണ്ടാരത് ഇങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ. ഞാൻ കാണിച്ചായിരുന്നു. ഞാൻ KCB അവൻ്റെ മാറി
ഓ പാട്ടും കെട്ടി ഇരിക്കുക അവിടെ മെഴുകുതിരി ഒന്നും വന്നേ ഒരു എന്താടാ? ഒന്ന് വന്നേ ഇങ്ങോട്ട്. ചെക്കൻ്റെ ഒരു കാര്യം. ഒരു മാമനോട് ചോദിക്കാൻ പറ്റിയ കാര്യമാണെന്ന് എനിക്കറിയില്ല. 3-4 ദിവസം എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് മുറി കയറി അപ്പം കരണ്ട് പോകും. പുറത്തിറങ്ങാൻ നിങ്ങളുടെ ശല്യവും എനിക്ക് അവിടെ ഒന്നും മിണ്ടാൻ പോലും പറ്റില്ല. മാന എമ്മിൽ എന്ത് ചെയ്തിട്ട് മാമൻ എന്ത് ചെയ്യാനാ മാനെ? നീ മെഴുകുതിരി കൊണ്ട് റൂമിൽ കൊണ്ട് ഇതുകൊണ്ടൊന്നും കാര്യമില്ല. ഇത് ഉരുകി തിരിയല്ലുള്ളൂ. എന്തെങ്കിലും ഒന്ന് ചെയ്ത് മാമ. ഇതൊക്കെ വരുന്നതിന് മുമ്പ് മാമൻ പറ്റിയ ഒരു അടവുണ്ട്. നമുക്കത് നോക്കാം. പണ്ട് അപ്പനപ്പൂപ്പന്മാരായി കൊണ്ടുകിടന്ന സാധനം കുറേ കാലമായിട്ട് ഇതിന് ഉപകാരമില്ലായിരുന്നു. ഇതുകൊണ്ട് നിനക്കെങ്കിലും ഇനി ഉപകാരം ഉണ്ടാവട്ടെ. കത്തൂലോ അല്ലേ? ഇത് പിടിച്ചേ. പിന്നെ പോട്ടെ പിടിച്ചേ. എടാ എന്തത്